സഹോദരിമാർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ യുദ്ധം വന്നതോട് കൂടിയിട്ട് അടുക്കളയിലേക്ക് നിർബന്ധമായിട്ടും വരേണ്ട പാചകവാതക സിലിണ്ടറുകൾക്ക് ക്ഷാമം വരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾ നിറക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിർത്തിവെച്ചിക്കാണ്. അതായത് 19 കിലോൻ്റെ 47 കിലോൻ്റെ ഒന്നും സിലിണ്ടറുകൾ ഇപ്പോൾ നിറക്കുന്നില്ല. ഇതൊന്നും വീടുകളിലേക്ക് ആവശ്യമുള്ളതല്ല, ഇതൊക്കെ ഹോട്ടലുകളിലേക്ക് ആവശ്യമുള്ളതാണ്. വരും ദിവസങ്ങൾ ഹോട്ടലുകളൊക്കെ പൂട്ടാൻ പോവുകയാണ്. കേരളത്തിൽ 52% പാചകവാതക സിലിണ്ടറുകൾ നിറക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്, IOC ആണ്. അതുകൊണ്ട് അവരിപ്പോൾ ഇത്തരം സിലിണ്ടറുകൾ നിറക്കുന്നില്ല. അപ്പോൾ വീടുകളിലേക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്യാസ് കുറ്റി മാത്രം ഉള്ളതെങ്കിൽ അവർക്കിനി 21 ദിവസം കഴിഞ്ഞിട്ട് അടുത്തതിന് വേണ്ടിയിട്ട് അടുത്ത സിലിണ്ടറിന് വേണ്ടിയിട്ട് ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. 2 സിലിണ്ടറുകളുടെ വീടാണെങ്കിൽ അവർക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്ത് പാചകവാതക ക്ഷാമം ഉണ്ട്. അപ്പോൾ ഈ യുദ്ധം വന്നതോടുകൂടി ഒരുപാട് വീട്ടുകാർ ഈ ഒരു മാർച്ച് മാസം ആകുമ്പോൾ അപേക്ഷിക്കുന്ന എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ അപേക്ഷിക്കുന്നതനുസരിച്ചിട്ട് പാചകവാതകം ഇപ്പോൾ കയ്യിലില്ല. ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ ഒരു ഹോട്ടലിൽ 4-5 സിലിണ്ടർ വേണം. അതും 19 കിലോൻ്റെ സിലിണ്ടറാണ് വേണ്ടത്. പക്ഷേ ഇനി ഇത് നടക്കുന്നില്ല. ഫലം തട്ടുകടകൾ ഹോട്ടലുകളൊക്കെ ഈ റമദാൻ കഴിയുന്നതോടുകൂടി ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ യുദ്ധത്തിന് വേണ്ടി യുദ്ധം എവിടെയെങ്കിലും നടക്കുന്നതല്ലേ, അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ചിരിച്ചിരുന്ന ആളുകൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ചിരിക്കാത്തവരും ചിരിച്ചവരൊക്കെ അനുഭവിക്കും. രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഹോട്ടലുകൾ പൂട്ടാൻ തുടങ്ങി. കാരണം ഒരു ഹോട്ടൽ നടത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് 4-5 സിലിണ്ടറുകൾ വേണം. ഒരു ശരാശരി കടക്ക് തന്നെ 2-3 വേണം. ഒരു ഹോട്ടലിൽ 100 കിലോയിലധികം സിലിണ്ടർ സൂക്ഷിക്കാനും പാടില്ല. അപ്പോൾ ഇപ്പോൾ 19-47 കിലോൻ്റെ സിലിണ്ടറുകൾ നിറക്കുന്നേ ഇല്ല. പിന്നെ വീടുകളിലേക്ക് ആവശ്യമായ പാചകവാതക സിലിണ്ടറുകൾ കൊടുക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. ഫലം നമ്മൾ പഴയ അടുപ്പിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് വിറകൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ശേഖരിച്ച് വെച്ചോളൂ. ഇത് ഞാൻ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമല്ല, വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുമ്പ് പല യുദ്ധ സാഹചര്യങ്ങളും യുദ്ധം ചെയ്യുന്നവരെ മാത്രമല്ല, അതിൻ്റെ ദുരനുഭവങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് രാജ്യം അനുഭവിക്കേണ്ടി വരും. വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അനാവശ്യമായി ഗ്യാസ് ചിലവാക്കാതിരിക്കുക, പരമാവധി നിയന്ത്രണങ്ങൾ വരുത്തുക. അടുപ്പിൽ കത്തിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പരമാവധി ഈ ഒരു യുദ്ധ സാഹചര്യം നമുക്ക് ഒരല്പം ബുദ്ധികൂർമ്മതയോടെ നമുക്ക് എന്ത് ചെയ്യാം, മറികടക്കാൻ ശ്രമിക്കാം.